ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങള് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. എന്നും ഞങ്ങള് ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരിത് എവിടെയാ, ടെന്റിനകത്താണോ, ഇത് എന്തുവാ ഈ കാണുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? കാരണമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങള് വീട് മാറി കേട്ടോ. മാറാൻ ഒരു കാരണമുണ്ട്. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാറി. ഇപ്പൊ ഉള്ളത് മത്താഫിയിലാണ്. അപ്പോഴും ഞങ്ങൾക്ക് പോയി വരാനായിട്ട് 4 ടൈം പോയി വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോയി വരാൻ ഒരുപാട് ദൂരം ആയതുകൊണ്ട് ഞങ്ങളുടെ വീടും ഈ ജോലി സ്ഥലത്തിന്റെ ഭാഗത്തോട്ടാക്കി കേട്ടോ. അവിടെ ഒരു വീട്, ഞങ്ങൾ ചെറിയൊരു കൊച്ചു വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ ആ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. ആ വീടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കുറച്ചു പേരൊക്കെ ഞങ്ങളോട് നേരിട്ടോ അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഴയ ഷോർട്സ് വീഡിയോ കാണുന്ന ലൊക്കേഷൻ ഒന്നും അല്ലല്ലോ ഇപ്പം കാണുന്നത്, ഇത് എവിടെയാ നിങ്ങൾ ടെന്റിനകത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് ടെന്റ് ആണോ അതോ ഇത് ഇനി വല്ല ബോട്ടിനകം വല്ല ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം ഞങ്ങളുടെ വീടെന്ന് വിചാരിച്ചു. അത്ര വലിയ വീടൊന്നും അല്ല, നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ വീടാണ്. ഇതിന്റെ ആവശ്യമുള്ളൂ. കാരണം ഞങ്ങള് ഈ വീട്ടില് സമയം ചെലവഴിക്കാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്, പിന്നെ രാത്രി ഉറങ്ങാനും ചെലവഴിക്കുന്നുണ്ട്. അല്ലാതെ ഈ വീട്ടില് അധിക നേരം ഞങ്ങൾ ഇരിക്കുന്നില്ല. കാരണം കൂടുതൽ സമയം ഞങ്ങൾ രണ്ടുപേരും ജോലി സ്ഥലത്തായിരിക്കും. അങ്ങനെ നോക്കിയപ്പോ അതുമല്ല, ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങള് നാട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിലും ആരുമില്ല. അപ്പൊ നമ്മൾ പോകുമ്പോഴൊക്കെ പൂട്ടിയിട്ടാ പോണേ. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ച് ഒരു ചെറിയ വീട് മതി എന്ന് ചോദിച്ചു. അങ്ങനെ തപ്പി അവസാനം ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് കിട്ടി. ആ വീട് ഇന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് വീട് കാണാം. അപ്പൊ നമ്മുടെ വീട് കാണാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചെടിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്, അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമേ. വേണ്ടോ, ഞാനിവിടെ 10 മണി ചെടി നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഞവരയിലുണ്ട്, ചെറിയൊരു കള്ളിമുള്ളി ചെടി ഇട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. വേണ്ടോ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് പോയി കേട്ടോ, ഇത് കരിഞ്ഞു പോയി. ഞാൻ കുറെ വെള്ളം ഒഴിച്ചു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇത് കളിക്കുക, നമ്മുടെ കറ്റാർവാഴപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ വീടിനകത്തേക്ക് കയറുന്ന സ്ഥലം കേട്ടോ. കാണിച്ചു തരാമേ. ഗേറ്റ് തുറന്ന് ഇങ്ങനെ വരുന്നത് നേരെ വീടിനകത്തോട്ടാണ് കേട്ടോ. നമുക്ക് അധികം മുറ്റമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഗേറ്റ് തുറന്നു വരുമ്പം കാണുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്കൊരു മുറ്റമായിട്ടെന്ന് പറയാനായിട്ട്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ വീടിനകത്തോട്ടാണ് കയറുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീടിനകം കണ്ടാലോ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫസ്റ്റ് റൂം കേട്ടോ. ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങനെ ഇരുത്തും ഞങ്ങള്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഇവിടെ കൊണ്ട് ഇങ്ങനെ വെക്കും. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫസ്റ്റ് റൂം. പിന്നെ ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. അന്ന് നിങ്ങള് കണ്ടു കാണും, ഞാൻ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിത്യസഹായ മാതാവിന്റെ ഒരു പടമുണ്ട്, കൃപാസന മാതാവിന്റെ പടമുണ്ട്, ഈശോയുടെ പടമുണ്ട്. പിന്നെ ബൈബിള് മെഴുകുതിരി. ഇത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പായിട്ടിട്ട് ഇരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഈ നിത്യസഹായ മാതാവിന്റെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. നാട്ടില് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പള്ളിയുണ്ട്, മാതാപള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് അവിടുത്തെ ടോണി അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനെയും കൊണ്ട് വെഞ്ചരിപ്പിച്ച് വാങ്ങിച്ച ഒരു മാതാവിന്റെ രൂപമാണിത്. പിന്നെ ഈ കൃപാസന മാതാവിന്റെ പടം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിൽ പോയപ്പോഴും ഞാൻ ഇത്രയുള്ളൊരു കുഞ്ഞു രൂപ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ മുഖം നന്നായിട്ട് കാണൂലായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണം, അതെന്റെ ഒരു മനസ്സിലൊരു സന്തോഷമാണ്. അപ്പൊ ഈ കുഞ്ഞിതായതുകൊണ്ട് എനിക്ക് മാതാവിന്റെ മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്ത് ഗൂഗിളിനകത്തുനിന്ന് കൃപാസന മാതാവിന്റെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പോസ്റ്റർ ചെയ്യുന്നല്ലേ ചോദിച്ചത്, ഒരു പോസ്റ്റർ പേപ്പറിനകത്ത് നമ്മുടെ തന്നെ ജോലി സ്ഥലത്ത് തന്നെ ഞാൻ പ്രിന്റ് ചെയ്തെടുപ്പിച്ചു. അങ്ങനെയാണ് ഈശോയുടെ പടവും ഈ കൃപാസന മാതാവിന്റെ പടവും ഞാൻ ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പായൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ജനലുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇച്ചാനുണ്ടല്ലോ, ഇച്ചാൻ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് പറയും, പിന്നെ ഒരു ചായ ഒരു പരിപ്പുവടയും അല്ലെങ്കിൽ ഒരു പഴപ്പൊരിയിലെ പണ്ടത്തെ ചായക്കട ഓർമ്മ വരുന്ന ഈ ഒരു ജനല് കാണുമ്പോൾ കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ജനലുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കൂളർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ റൂമിനായിട്ടേക്ക് പോകുന്നത്. അധിക സ്ഥലമൊന്നും ഇല്ല, നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു റൂമാണ്. ഇതാണ് ഞങ്ങളുടെ ടെന്റ് റൂം കണ്ടോ. ഇതാണ്. ഇത് രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. എപ്പോഴും
അത്രയും നല്ല തണുപ്പാണ്. എന്ന് വെച്ചാൽ ഈ ഒരു തുണിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അകത്തായിട്ട് ഫോയിൽ പേപ്പറോ എന്തോ എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ തുണി കൊണ്ട് മറച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ് ഇതിനകത്ത്, എപ്പോഴും നല്ല തണുപ്പാണ്. ഞാൻ ഫസ്റ്റ് ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും അതാണ്. ഇതിനകത്ത് നല്ല തണുപ്പാണ്, നമുക്ക് അധികം AC ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. ചൂട് സമയം ഇവിടുത്തെ ചൂടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗൾഫിലെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, പൊള്ളുന്ന ചൂടാണ്. ആ ഒരു ചൂടിനകത്ത് ഒട്ടും അനുഭവിക്കേണ്ടി വരുന്നില്ല, നല്ല തണുപ്പാണ്. ഇപ്പോഴും ഞങ്ങൾ AC ഇടാൻ നിൽക്കുന്നത് കണ്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഞങ്ങളുടെ ഒരു ചെറിയ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ ഒരുങ്ങുന്ന സ്ഥലം, ഒരുക്കമൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഒരു പൊട്ടിടും, ഒരു കണ്ണിച്ചിരി കൺവെൻഷൻ വെച്ച് എഴുതും, പൗഡർ ഇടും, ഇത്ര തന്നെ ഉള്ളൂ എനിക്ക് ഒരുക്കമെന്ന് പറയാം. പിന്നെ ഇവിടെ ഞങ്ങളുടെ അലമാരി, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ബാത്റൂം കേട്ടോ, ഇത് ഞങ്ങളുടെ ബാത്റൂം. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ കിച്ചൺ എനിക്കിവിടെ വന്നതിൽ ഇത്തിരി ഒരു സ്പേസ് കുറവായിട്ട് തോന്നിയത് കിച്ചണാണ്. കിച്ചണിലോട്ട് അധികം സ്പേസ് ഇല്ല. അധികം സ്പേസ് ഇല്ലെന്ന് പറയാൻ കാരണം ചെറിയൊരു കിച്ചണാണ്, ചെറിയ കിച്ചണ്, വളരെ ചെറിയൊരു കിച്ചണാണുള്ളത്. കിച്ചൺ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നെ വലുതായിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നത്, കിച്ചൺ കുറേയൊക്കെ ഭാഗത്ത് ടൈലൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ തനിയെ ഇരുന്നുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് വേറെ ആരും കുക്ക് ചെയ്യാൻ എന്നെ സഹായിക്കാനൊന്നും ഇച്ഛായ വരാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കത്തില്ലേടി, സഹായിക്കും ചുമ്മാ പറയുന്നത് കേട്ടോ. ഞാൻ തനിയുള്ളത് കൊണ്ട് എനിക്ക് തന്നെ ധാരാളമാണ്, അതുകൊണ്ട് വലിയ അവിടെ രണ്ടുപേർക്ക് നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കാറില്ല. ടൈലൊക്കെ പോയിട്ടുണ്ട്, സാരമില്ല, വല്ലാണ്ടൊന്നും കാണിക്കല്ല. ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അപ്പം ഒത്തിരി വലിയ സ്ഥലമൊന്നുമില്ല, കുഞ്ഞു സ്വർഗം, ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചുറ്റും കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങനെ നമ്മള് ശരിക്കും ഈ ട്യൂബ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ട്യൂബ് ഇട്ടത്, നേരത്തെ ട്യൂബ് ഇല്ലായിരുന്നു. മൊത്തത്തിലുള്ള ഒരു ഇങ്ങനെന്ന് വെച്ചാൽ നൈറ്റ് ആവുമ്പോ ഈ ഒരു ഫീലാണ്, ഫുള്ള് ഇങ്ങനെ ഇരിക്കും. ഈ തടുക്കത്തെ ലൈറ്റും ഇല്ലായിരുന്നു, അത് ഞങ്ങൾ വന്നതിന് ശേഷം ഇടിച്ചാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ലൈറ്റ് ഇട്ടിട്ട് ചോദിച്ചാ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇതിനകത്ത് തന്നെയാണ് ഞങ്ങൾ ഷോർട്സ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. എന്താ പറയുക, വെട്ടത്തിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വെട്ടം വെച്ചാൽ ഷോർട്സ് വീഡിയോ എടുക്കാനുള്ള വെട്ടത്തിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അകത്ത് നല്ല എയറൊക്കെ കയറുന്നുണ്ട്, വെട്ടമൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.